നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സർ നമസ്കാരം. നമസ്കാരം. സർ, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക വ്യോമാക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമുക്കറിയാം ചർച്ചകൾ നടക്കുന്നുണ്ട്. യുദ്ധം അവസാനിച്ചെന്ന് ട്രംപ് പറയുന്നു. അന്നേരം ഇപ്പോഴും ഞങ്ങൾ യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല, ഞങ്ങൾ തുടർന്ന് തിരിച്ചടികൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് ഇറാൻ പറയുന്നു. പലതരത്തിലുള്ള ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രംപിന്റെ എല്ലാ പ്രഖ്യാപനവും ട്രൂത്ത് സോഷ്യലിലൂടെയാണ്. അദ്ദേഹം ഒരു ദിവസം ഒരുപാട് പ്രസ്താവനകളാണ് അദ്ദേഹം പറയാറുള്ളത്. ഏതായാലും യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതിന്റെ അല്ലെങ്കിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലുള്ള ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള തുറമുഖങ്ങൾക്ക് നേരെ ഇപ്പോൾ അമേരിക്ക വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ്. എപ്പോഴും ഈ ഒരു ആക്രമണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് എണ്ണ തുറമുഖങ്ങൾ, കാരണം ഇറാന്റെ ഒരു സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത് തന്നെ എണ്ണയാണെന്ന് അറിയാം. അപ്പോൾ സാമ്പത്തികമായിട്ട് വലിയൊരു നഷ്ടത്തിലേക്ക് ഇറാനെ കൂപ്പുകുത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2 എണ്ണ തുറമുഖങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഞാൻ നമ്മുടെ ഒരു ആംഗിളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ UAE-യിൽ ഇപ്പോൾ അവിടുത്തെ സ്കൂളുകൾ തുറന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ പോലെ പുതിയ കുട, പുതിയ ഉടുപ്പ്, പുതിയ യൂണിഫോം ഒക്കെ ഇട്ട് കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടി ഏറെ നാളത്തെ ഭയപ്പാടിന് ശേഷം മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ തലയ്ക്ക് മീതെ പതിക്കുമെന്ന് ഉള്ളതുകൊണ്ട് പുറത്തങ്ങും ഇറങ്ങി കളിക്കാനാവാതെ വീടുകളിൽ അടഞ്ഞു ചടഞ്ഞു കൂടിയിരുന്ന കുട്ടികൾ ഇപ്പോൾ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിലാണ് UAE-ക്ക് നേരെ വീണ്ടും ഇറാൻ്റെ ഒരു ആക്രമണം ഇപ്പോൾ വന്നത്. ഒരു വെള്ളിടി പോലെ, ഒരു അശനിവാദം പോലെ, എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതുമൂലം ഉണ്ടാകുന്ന ആശങ്ക എന്ന് പറയുന്നത് നമ്മളാരും അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കുന്നില്ല എന്നുള്ള മലയാളി അവർ തന്നെ പറയുന്നതാണ്. നമ്മളിപ്പോൾ പോസ്റ്റുകൾ ഇടുമ്പോൾ ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്ന പേടിയെക്കുറിച്ച് നിങ്ങളൊന്നും അറിയുന്നില്ല എന്നാണ് നമ്മളോട് ഒട്ടും ദേഷ്യമില്ലാത്ത നമ്മുടെ ഈ വ്യൂവേഴ്സൊക്കെ പറയുന്നത്. അത്ര പേടിച്ചിരിക്കുകയാണ്, സഹിക്കാനാവാത്ത ഭയത്തോടു കൂടി. അതിപ്പോൾ ആ ആശ്വാസം കുറച്ച് നാൾ നീണ്ടു നിന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അതിനൊരു വിരാമം വന്നിരിക്കുക എന്നുള്ളതാണ്. അമേരിക്ക ഈ പശ്ചിമേഷ്യയിൽ വന്നിട്ട് കാണിക്കുന്ന വേണ്ടാധീനങ്ങൾക്കെല്ലാം ഉള്ള അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമായത്. ഗൾഫിലെ മലയാളികളുടെ സമാധാനം, അതുവഴി ഈ കേരളത്തിലെ മലയാളികളുടെ സമാധാനം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമാധാനമായിട്ട് ജീവിക്കാൻ ഒരു ഭൂഖണ്ഡത്തിലെ ജനതയെ, ഈ ഏഷ്യയിലെ തന്നെ ജനതയെ സമ്മതിക്കാതിരിക്കുകയാണ് ഈ ഭൂഖണ്ഡത്തിലെങ്ങും പെടാത്ത അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം. എന്നാൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ വല്ലതും സാധിച്ചു? 2 മാസം മുമ്പ് ഈ യുദ്ധം ആരംഭിച്ചത് എന്ത് ലക്ഷ്യം വെച്ചായിരുന്നു? റഷ്യയും ചേഞ്ച് ഇൻ ഇറാൻ നടന്നോ? കൂടുതൽ പിടിമുറുക്കുകയാണ് ആ ഭരണകൂടം. അവർ ശക്തി ആർജിക്കുകയാണ് IRGയുടെ ബലത്തോടു കൂടി. രണ്ടാമത്തേത് അവിടുത്തെ എണ്ണ തങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളൊരു വാശി. റഷ്യയ്ക്ക് കൊടുക്കരുത്, ചൈനയ്ക്ക് കൊടുക്കരുത് എന്നുള്ള ദുഷ്ടലാക്കാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അത് നടന്നു ഇല്ല. മൂന്നാമത്തത് ഇറാൻ്റെ കയ്യിൽ 120 ഗ്രാം സമ്പുഷ്ടീകരിച്ച യുറാനിയം ഉണ്ടായിരുന്നു. അത് കിട്ടണം. അത് നടന്നു? അത് നടന്നില്ല. ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ ഈ പശുക്കൂട്ടിൽ കിടക്കുന്ന നായി പുല്ല് തിന്നുകയില്ല, പശുവിനെ കൊണ്ട് അത് തീറ്റിക്കുകയുമില്ല എന്നുള്ള മട്ടിൽ അത് ഹോർമൂസ് കടലിടുക്കിൽ അതിൻ്റെ 3 യമണ്ടൻ കപ്പലുകളുമായിട്ട് വന്ന് കിടപ്പായി. കടന്നിട്ട് ഈ ഗതാഗതം മുഴുവൻ മുടക്കി. എന്നിട്ട് ഇറാനുമായിട്ട് യുദ്ധം ചെയ്യും. ഇറാൻ വിടുമോ? ഇറാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആര്യന്മാരുടെ ഒരു രാഷ്ട്രമാണ്. ആര്യവീര്യം, പോരാട്ട വീര്യത്തിൽ ദ്രാവിഡന്മാരെയും മറ്റുള്ളവരെയും എല്ലാം തോൽപ്പിച്ചവരാണെന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ആ ആര്യവീര്യത്തോടു കൂടി അവർ പോരാടി. നമുക്കറിയാം ലയൺ ഓഫ് അറേബ്യ എന്നൊക്കെ പറയുന്നത് ഒമാർ മുക്താർ. മരിച്ചാലും തീരാത്ത പോരാട്ട വീര്യത്തോടു കൂടി പോരാടണം, അതാണ് അവരുടെ മനഃശാസ്ത്രം. അതൊന്നും അറിയാതെ കടന്നൽക്കൂട്ടിൽ കൊണ്ട് കൈയിട്ടതുപോലെയായി. ഇപ്പോൾ വാസ്തവത്തിൽ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അളയിൽ പോയി കൈയിട്ടു, അപ്പോൾ ഒരു ചെറിയ പാമ്പ്, ഇത്രേ ഉള്ളൂ, ഇതങ്ങ് പോട്ടെന്ന് വിചാരിച്ച് വീണ്ടും കൈ അങ്ങോട്ട് ഇട്ടു. അപ്പോഴാണ് അതിനേക്കാളും വലുത്, അതിനേക്കാളും വലുത് എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. അളയിൽ കൈയിട്ടപ്പോഴാണ് അറിയുന്നത് അതിനേക്കാളും വലിയ പാമ്പ് അകത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി സ്ഥിതി. ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേട്ടത് കൊറിയൻ മാധ്യമങ്ങളാണത് പറഞ്ഞത്. സമ്പുഷ്ടീകരിച്ച യുറാനിയം കൊണ്ട് അവർ അണുബോംബ് തന്നെ അവിടെ നിർമ്മിച്ചിരിക്കുക. അപ്പോൾ ഇപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക പുലിവാല് പിടിച്ചിരിക്കുകയാണെന്നാണ് കൊറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങളാണെങ്കിൽ നമ്മൾ എളുപ്പം അറിയും. പക്ഷേ കൊറിയൻ മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നതുകൊണ്ട് നമ്മളറിയുന്നില്ല. നോർത്ത് കൊറിയ ആണ് ഇതിന് ഇറാനെ സഹായിച്ചതെന്നും പറയുന്നുണ്ട്. കാരണം അമേരിക്ക
പേടിക്കുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളൂ ലോകത്ത്, അത് നോർത്ത് കൊറിയയാണ്. പറഞ്ഞ പോലെ ചെയ്തിരിക്കും അവർ. അങ്ങനത്തെ ഒരു രാജ്യം. അതാണല്ലോ അമേരിക്ക ഇതുവരെ അവർക്ക് നേരെ ഒരു അറ്റാക്ക് നടത്താൻ മുതിർന്നിട്ടില്ല, ധൈര്യം കാണിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ സഹായത്തോടു കൂടി ന്യൂക്ലിയർ ബോംബ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് അവർ. എപ്പോൾ വേണമെങ്കിലും അവസാനത്തെ ആയുധമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനൊരു സ്ഥിതി ഉള്ളതുകൊണ്ടാണ് പതുക്കെ അവരുടെ കപ്പലുകൾ ഓരോന്നായിട്ട് USSR എബ്രഹാം ലിങ്കൺ, USSR ജെറാൾഡ് ആർ ഫോർഡ്, USSR കിറ്റി തുടങ്ങിയ കപ്പലുകൾ എല്ലാം പടക്കപ്പലുകൾ, വൻ സന്നാഹമെന്ന ലോകോത്തരമെന്ന് അവർ വിശേഷിപ്പിക്കുന്ന കപ്പലുകൾ. ഇതിൽ 3 കപ്പലുകൾക്കും ഇറാൻ്റെ ഡ്രോണുകൾ വഴിയും മിസൈലുകൾ വഴിയും കാര്യമായ പരിക്കേറ്റു. പലതും പല തുറമുഖങ്ങളിലും കൊണ്ടുപോയി അണ്ടർ റിപ്പയർ. ഇതേ സീരീസിൽപ്പെട്ട ഒരു കപ്പൽ ഇറാൻ തീരത്തുകൂടെ പോയപ്പോൾ വീണ്ടും ആക്രമണം ഉണ്ടായി. അതിന് പ്രതികാരമായിട്ടാണ് US കേഷം അതുപോലെ തന്നെ ബന്ദർ അബ്ബാസ് എന്നീ 2 തുറമുഖങ്ങളിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്. എന്തെങ്കിലും ഒന്ന് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അവരൊരു മുൻകൂർ ജാമ്യം എടുത്ത് അത് ശ്രദ്ധിച്ചായിരുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് സ്നേഹത്തല്ലാണ്. ഭാര്യയെ അടിച്ചിട്ട് പറയും ഇത് സ്നേഹത്തല്ല വാങ്ങിച്ചു എന്ന് പറയുന്നത് പോലെ. എന്താണെന്നറിയാം ഇങ്ങനെ പറയാൻ കാര്യം? അമേരിക്ക എന്നുള്ള രാജ്യം ഞങ്ങൾ അടിച്ചു തന്നെ തകർത്ത് തന്നെ എന്നായിരുന്നല്ലോ ട്രംപ് ഈ ഭാഷയിലാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മാറ്റി പറയാൻ കാര്യം എന്താ? കാരണം അണുബോംബിരിക്കുന്നു. ആ അണുബോംബിനുള്ള പേടി അത് പുറത്തെടുത്ത് അതിൻ്റെ ന്യൂക്ലിയർ വാർഹെഡ് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ അമേരിക്ക നശിച്ച് നാറാണക്കല്ല്. അമേരിക്ക എന്ന് പറഞ്ഞാൽ കപ്പലിലുള്ളവർക്ക് മുഴുവൻ റേഡിയേഷൻ ഏൽക്കുമെന്നേ. അമേരിക്ക എന്ത് നാഗസാക്കിയിലും ഹിരോഷിമയിലും കാണിച്ചുവോ അതിൻ്റെ പ്രതിക്രിയയായിട്ട് മാറും. അത് പേടിച്ചാണ് പതുക്കെ വലിഞ്ഞ് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞിട്ടും ഇത് സ്നേഹത്തല്ല. ഇന്ന് വരെ അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഈ ഭാഷയെ സംസാരിച്ചിട്ടുണ്ടോ? തെറിയല്ലേ പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യൽ മുട്ടൻ തെറിയാണ് പറഞ്ഞത്. നമ്മളൊന്നും ഉപയോഗിക്കാത്ത വാക്കുകളാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ എൻ്റെ സ്നേഹം അതൊരു സൗഹൃദ നമ്മുടെ മത്സരം എന്നൊക്കെ പറയുന്ന ഒരു സ്നേഹത്തല്ലായിരുന്നു. ഇറാൻ അതിന് പറയുന്ന മറുപടി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു പുലിവാലിലാണ് പിടിച്ചിരിക്കുന്ന അമേരിക്ക പിടിച്ചിരിക്കുന്ന പുലിവാലിലല്ല സിംഹവാലിലാണ്. ഉടനെ വന്നു ഇറാൻ്റെ സൈനിക വക്താവായിട്ടുള്ള ഇസ്മയിൽ ബക്കായി എന്ന് പറയുന്ന ആളിൽ നിന്നുള്ള മറുപടി. എന്താ അദ്ദേഹം പറഞ്ഞത്? ഈ ലോക ഉത്തര ശക്തിയായിട്ടുള്ള അമേരിക്ക ഇത് പറഞ്ഞപ്പോൾ സ്നേഹത്തല്ല ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു എന്നല്ലേ പറയേണ്ടത്. അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞെന്താ? സിംഹം പല്ല് കാണിക്കുമ്പോൾ അത് ചിരിക്കുകയാണെന്ന് വിചാരിക്കരുത്. എൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ നിങ്ങളുടെ പക പോക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആക്രമിച്ചിരിക്കുന്ന സിംഹത്തെയാണ്. ഇതാണ് ഈ അറേബ്യൻ ഗോത്രവർഗ്ഗക്കാരുടെ അറേബ്യൻ വംശജരുടെ ഒക്കെ ഒരു മനഃശാസ്ത്രം. അവർ സിംഹമാണ്, സിംഹത്തെ പോലെ വീര്യമുള്ളവരാണ്. അവരുടെ പുരുഷന്മാരെ അങ്ങനെ ആയിരിക്കണം, ധൈര്യമുള്ളവരായിരിക്കണം. അതാണ് അവരുടെ സങ്കല്പം. അതാണ് ഈ ഗോത്രവർഗ്ഗങ്ങൾക്കിടയിൽ നിലയ്ക്കാത്ത കലാപങ്ങൾ അറേബ്യൻ വംശജർക്കിടയിൽ പണ്ടുകാലം മുതൽ ഇന്നുവരെ. ഇതുതന്നെയാണ് നമ്മൾ കാണുന്ന യമനിലും അതുപോലെ നൈജീരിയയിലും ഒക്കെ. അവിടെ അറബ് വംശജരെ മാത്രം നിലനിർത്താൻ വേണ്ടി അറബ് വംശജർ നടത്തുന്ന മറ്റു ഗോത്രങ്ങളെ കൊല്ലുന്ന കാഴ്ചയാണ്. അവർ സിംഹങ്ങളായിട്ട് അങ്ങ് സിംഹങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റ് മൃഗങ്ങളെല്ലാം കൊന്നു തിന്നുക എന്നുള്ളതല്ലേ. പക്ഷേ അത് വിശപ്പിന് വേണ്ടിയാണ്. ഇത് വശപ്പിന് വേണ്ടിയിട്ടല്ല, വംശാഭിമാനം നിലനിർത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന കൊല. അതാണ് യമൻ. എത്രയോ കാലമായിട്ട് എത്രയോ പേര് മരിച്ചു, എത്ര കുട്ടികൾ മരിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇറാൻ്റെ ആ ധൈര്യം എന്ന് പറയുന്നതും. അമേരിക്ക അവർ ഇവിടുത്തെ ഏത് രാജ്യമായാലും സ്വയം നശിച്ചാലും മരിച്ചാലും അതൊരു വീരസ്വർഗം പ്രാപിക്കലായിട്ടേ അവർ കരുതത്തുള്ളൂ. ഓരോരുത്തരും സ്വയം സൈനികനായിട്ട് അങ്ങ് മാറുക, ധൈര്യം കാണിച്ച് മരിച്ചു വീഴുക, വീരസ്വർഗം പ്രാപിക്കുക. ഇതാണ് അവരുടെ മനഃശാസ്ത്രം. അതേസമയം അമേരിക്കയുടെ ഒരൊറ്റ പട്ടാളക്കാരനും അവൻ്റെ വീട്ടിൽ പോയി നാട്ടിൽ പോയി സുഖിച്ച് ജീവിക്കണമെന്നല്ല, ഒരുത്തരും മരിക്കണമെന്നുള്ള ആഗ്രഹമില്ല. അതുകൊണ്ട് പട്ടാളക്കാരുടെ എണ്ണം വളരെ കുറവാണ്. റഷ്യയിലും അത് തന്നെയാണ്. റഷ്യയിൽ പട്ടാളക്കാരില്ല. വാഗ്നർ ഫോഴ്സും ഒക്കെയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തത്, നമുക്കറിയാം. അതുപോലെ തന്നെ അവരിപ്പോൾ മറ്റു രാജ്യങ്ങൾ ഇന്ത്യക്കാർ വരെ അങ്ങനെ പോയിട്ട് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഇപ്പം നോർത്ത് കൊറിയൻ ആൾക്കാർ വരെ വന്ന് അവർക്ക് വേണ്ടിയിട്ട് സൈനിക സേവനം ചെയ്യുന്നു. നോർത്ത് കൊറിയൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പോയി യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്തേ പറ്റൂ. എനിക്കിപ്പോൾ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, ജനാധിപത്യമില്ല അവിടെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മനഃശാസ്ത്രം ഈ രാജ്യങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വലിയ വ്യത്യാസമുണ്ട്, വലിയൊരു അന്തരമുണ്ട്. എന്നതുകൊണ്ട് ഇവിടെ ഇപ്പം മരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു ജനതയെ നിങ്ങൾക്കൊരിക്കലും തോൽപ്പിക്കാൻ പറ്റില്ല. അതാണ് ഭീകരവാദം നേരിടുന്ന ഭീകരവാദം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനെ ധൈര്യമായിട്ട് മരിക്കാൻ പേടിയില്ലെന്ന് പറഞ്ഞവനെയൊക്കെ മരണഭയം കാട്ടിക്കൊടുത്ത രാജ്യമാണ് ഇന്ത്യ. മനസ്സിലായില്ലേ? പാകിസ്ഥാനിലെ ഭീകരവാദികളെല്ലാം ഇപ്പോൾ അജ്ഞാതന്മാരെ ഭയന്നിരിക്കുകയാണ്.
മനസ്സിലായില്ലേ? അതുപോലെ കാട്ടിക്കൊടുക്കാൻ ധൈര്യമുള്ള ഒരു രാജ്യമല്ല അമേരിക്ക. ഇന്ത്യ അതിനേക്കാൾ കഴിവ് കാണിച്ചു. നമ്മൾ പാകിസ്ഥാനിലെ 11 തീവ്രവാദ കേന്ദ്രങ്ങൾ നശിപ്പിക്കുക വഴി. ഇന്ത്യയുടെ പോലും ധൈര്യമില്ലാത്ത രാജ്യമാണ് അമേരിക്ക എന്നുള്ളതാണ്. വാലും ചുരുട്ടിക്കൊണ്ട് വാസ്തവത്തിൽ ഓടുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത്. പോകുന്ന പോക്കിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തോ ആക്രമണം നടത്തി. അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ അയച്ചിട്ടുണ്ട്, ഇറാൻ മിസൈലുകൾ അയച്ചിട്ടുണ്ട്. തങ്ങൾക്ക് നേരെ വന്ന ഒരു ഡ്രോൺ അവർ നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണെന്നാണ് ഇപ്പോൾ ഏത് സത്യമെന്ന് നമുക്കറിയില്ല. നമ്മളവിടെ പോകാനും പറ്റില്ല, പോയി കണ്ടിട്ടുമില്ല. അവിടെ അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പം ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല, ഞങ്ങൾ കീഴടങ്ങിയെന്ന് പറഞ്ഞിട്ടുമില്ല. പാകിസ്ഥാൻ്റെ പട്ടാളക്കാർ കണ്ടില്ലേ, ബംഗ്ലാദേശ് നമ്മൾ വിമോചിപ്പിച്ചപ്പോൾ അവരുടെ സൈനിക മേധാവി എന്ന് കീഴടങ്ങി, ഭൂട്ടോ വന്ന് കീഴടങ്ങി, കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ ഒരു കീഴടങ്ങൽ ഇതുവരെ ഇറാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇറാനെ അമേരിക്ക ഭയക്കുന്നു. ഭയക്കുന്നതിൻ്റെ കാര്യം ബോംബാണ്, യുറാനിയം ഉപയോഗിച്ച് അവരുണ്ടാക്കിയ ബോംബാണ്. അതിന് സഹായം ചെയ്ത് നോർത്ത് കൊറിയ. ആ നോർത്ത് കൊറിയയെ അമേരിക്ക ഭയക്കുന്നു എന്നുള്ളതാണ്. ഓരോരോ കപ്പലുകളായിട്ട് കെട്ടിയെടുത്തുകൊണ്ട് പോവാണ് ഹോർമുസ് കടലിൽ. ഇനി ഒരു ആക്രമണമില്ല. അവരുടെ ആദ്യത്തെ ആക്രമണം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. അത് കഴിഞ്ഞ് വന്നതാണ് ഓപ്പറേഷൻ ഹോർമുസ്, കടലെടുക്ക് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻ. രണ്ടും പൂർണ്ണ പരാജയമായിരുന്നു. രണ്ടും പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട് പോർമുഖത്ത് നിന്ന് അമേരിക്ക പിൻവാങ്ങിക്കൊണ്ടിരിക്കുക. ഇതിനെന്തോ വീരോദാത്തം എന്ന് വിശേഷിപ്പിക്കുന്നവർ അഹോ കഷ്ടം എന്നും മാത്രമേ അങ്ങനെയുള്ള നിരീക്ഷകന്മാരെ പറ്റി ജിയോ പൊളിറ്റിക്സിൻ്റെ ABCD അറിയാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ വിലയിരുത്തുന്നത്. അമേരിക്കയുടെ വൻ പരാജയമാണ് ഹോർമുസ് കടലിടുക്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ദീർഘദൃഷ്ടിയില്ലായ്മ കൊണ്ടാണ് ഇപ്പം ബാരലൊന്നിന് 126 രൂപ വെച്ചിട്ട് ഓയിലിൻ്റെ വില കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ പോലും തീ പൂട്ടാനാകാതെ വന്നത്. ലോകമാകെ പ്രതിസന്ധി സൃഷ്ടിച്ചത്. ലോകത്ത് പ്രതിസന്ധി സൃഷ്ടിച്ചു എന്നല്ലാതെ അവരെ വെച്ച ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാൻ അമേരിക്കയ്ക്കോ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന മണ്ടനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലോക യാഥാർത്ഥ്യം. ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങളൊന്നും വലുതായിട്ടൊന്നും വലിയ യുദ്ധമാകാൻ പോകുന്നില്ല. കാരണം എന്താ? അമേരിക്കയ്ക്ക് പേടിയാണ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ആശ്വാസം. അവർ പേടിച്ച് പിൻവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധത്തിനുള്ള ഒരു ധൈര്യം ഇസ്രായേലിനുമില്ല. ഇസ്രായേൽ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു. കാരണം ഇതിലെ വാർഹഡുള്ള ന്യൂക്ലിയർ വാർഹഡുള്ള ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ കൊച്ചു രാജ്യം തരിപ്പണമായി തീരും എന്നുള്ള ബുദ്ധി അവർക്കുണ്ട്. ബുദ്ധിക്ക് പക്ഷേ അമേരിക്കക്കാർക്ക് അത്രയും ബുദ്ധിയില്ല. അല്ലെങ്കിൽ എന്നേ പോയിനെ ഇവിടുന്ന്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ബോധ്യം. അല്ലെങ്കിൽ ഇസ്മയിൽ ബക്കായി ഇങ്ങനെ പറയില്ല, സിംഹം പല്ല് കാണിക്കുന്നത് ചിരിക്കാനല്ല, പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇറ്റ് ഈസ് എ വാർ ഓഫ് നെർവ്സ് ആൾസോ. ഇതിൽ ഇറാനെ വളരെ ചെറുതായി കണ്ടു എന്നുള്ളത് തന്നെയാണ് അമേരിക്കയ്ക്ക് പറ്റിയൊരു വെനിസുലയായിട്ട് കണ്ടു. അതെ, അതാണ് അവിടുത്തെ എളുപ്പത്തില് മഡൂറോയെ തൂക്കിക്കൊണ്ടുപോയതുപോലെ ഇവിടെ നിന്ന് അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങും എന്ന് കരുതി. പക്ഷെ പിന്നീട് പോരാടുന്ന ഒരു ജനതയാണ് കണ്ടത്. ഈ പറഞ്ഞതുപോലെ ഇരുഭാഗത്തും ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പണ്ട് ഇപ്പോൾ ഇസ്രായേലും ഹമാസും ഗാസയ്ക്കുള്ള ഒരു യുദ്ധത്തിന് സമയത്ത് നമ്മളൊക്കെ പറയുന്നത് ലോകത്തിന്റെ ഒരു കോണിലാണല്ലോ, നമ്മളെ നിന്ന് അത് ബാധിക്കാൻ പോകുന്നില്ലല്ലോ എന്ന്. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ കാര്യങ്ങളാകെ മാറി. ഇപ്പൊ നമ്മുടെ അടുക്കളയിൽ വരെ യുദ്ധത്തിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. കാരണം ഗ്യാസ് ഇല്ലാത്ത പ്രതിസന്ധി വരുന്നുണ്ട്. എല്ലാം ചെറിയ വീട് മുതലേ ഏത് വലിയ വീടാണെങ്കിലും ഹോട്ടലുകളാണെങ്കിലും ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു സമാധാന ചർച്ചയൊന്നും ഉടനടി ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് തോന്നുന്നു. ഇല്ല, സമാധാന ചർച്ചയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. വ്യവസ്ഥകൾ കൊടുത്തിട്ടുണ്ട്. അതെ, പാകിസ്ഥാൻ ഇതിലൊരു റോളും വഹിച്ചിട്ടില്ല. ചുമ്മാ പറയുന്നത് അതെല്ലാം തള്ളിക്കളഞ്ഞു, അതെല്ലാം പോയി. ഇപ്പം റഷ്യ ഇടപെടാമെന്ന് പറയുന്നുണ്ട്, ചൈന പറയുന്നുണ്ട്, ഇടപെടാമെന്ന് പറയുന്നുണ്ട്. ആ തരത്തിലെ ചർച്ച വന്നു. ഇനി പാകിസ്ഥാൻ വെച്ചൊരു ചർച്ചയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. അമേരിക്ക പതുക്കെ പഴി പറഞ്ഞ് അതിൻ്റെ കെയർ ഓഫിൽ പിൻവാങ്ങിക്കൊണ്ടിരിക്കുക. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ട്രംപ് പക്ഷേ ഉദ്ദേശിക്കാത്ത ഒരു ഫലമുണ്ടായി യുദ്ധത്തിന്. അതായത് അദ്ദേഹം ഇറാനെ തകർക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ട്രംപ് ഇറാനെ ഒന്നിപ്പിച്ചു. ഇറാൻ ജനതയ്ക്ക് ഇപ്പോൾ യാതൊരു വിമതസ്വരവും ഇല്ല. അവിടുത്തെ ഭരണകൂടത്തിന് അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രകടനങ്ങളാണ് ടെഹ്റാനിലെ തെരുവീഥികളിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കാവുന്നത് എങ്ങനെയാണെന്നറിയാമോ? കോൺഗ്രസ്സിന് ഇത്രയും വലിയ ഭൂരിപക്ഷം വാങ്ങിച്ചു കൊടുത്ത ആരാ? VD സതീശനല്ല, നമ്മുടെ രമേശ് ചെന്നിത്തലയല്ല, KC വേണുഗോപാലും അല്ല, പിണറായി വിജയനാണ്. BJPക്ക് ഇത്രയും ഭൂരിപക്ഷം വാങ്ങിച്ചു കൊടുക്കുന്ന ആരാ? രാഹുൽ ഗാന്ധിയാണ്. എന്ന് പറയുന്ന പോലെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്ത് കലാപങ്ങളാൽ കലുഷിതമായിരുന്ന ഇറാനിൽ
അതിനെ ദേശരാഷ്ട്രമായിട്ട് ഐക്യത്തോടെ നിലനിർത്തുന്നത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വഴിയേ ഉള്ളൂ, ഞങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നേടി, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ അടിച്ച് ഒതുക്കി എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്യങ്ങൾ എന്തായിരുന്നു ഞാൻ എണ്ണം ഇട്ട് പറഞ്ഞല്ലോ, എണ്ണി പറഞ്ഞു. ഒരെണ്ണം പോലും നടന്നിട്ടില്ല, നടക്കാനും പോകുന്നില്ല, വ്യാമോഹമാണ്. ഇനി അതങ്ങ് പിൻവാങ്ങുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇടയ്ക്കും തലയ്ക്ക് ഓരോ അടി, അങ്ങോട്ട് ഓരോ എവിടെയെങ്കിലും ഒരു ബോംബ് പക്ഷെ ഒരു ഗൂഢലക്ഷ്യം സാധ്യമായെന്ന് പറയുന്നുണ്ട്. എനിക്ക് എത്രമാത്രം എപ്സ്റ്റീൻ ഫയലുകളിൽ ഇയാൾക്കെതിരെയുള്ള പോക്സോ കേസിന് സമാനമായിട്ടുള്ള കേസുകളുണ്ടെന്ന് പറയുന്നു. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെങ്കിൽ ആ ശ്രദ്ധ കുറച്ചൊക്കെ തിരിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് എന്നത്തേക്കും അമേരിക്കക്കാരെ വിഡ്ഢികളാക്കാൻ പറ്റില്ലെന്ന് എബ്രഹാം ലിങ്കണാണ് പറഞ്ഞത്. കുറേ പേരെ എല്ലാ കാലത്തേക്കും എല്ലാവരെയും കുറച്ചു കാലത്തേക്കും വിഡ്ഢികളാക്കാൻ പറ്റും, പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിഡ്ഢികളാക്കാൻ പറ്റില്ല. ഫയൽ പുറത്തു വരും, സത്യം പുറത്തു വരും. അപ്പോൾ അന്ന് ട്രംപ് തീർച്ചയായിട്ടും അതിന് വില കൊടുക്കേണ്ടതായിട്ടും വരും. മേയർ ഓഫ് കാസ്റ്റർബ്രിഡ്ജ് എന്ന് പറയുന്ന നോവലിൽ ആ കാസ്റ്റർബ്രിഡ്ജിനെ അദ്ദേഹം നേരത്തെ ചെയ്ത പാപങ്ങൾ എങ്ങനെ വേട്ടയാടി അദ്ദേഹത്തിൻ്റെ മേയർ സ്ഥാനം തെറിപ്പിച്ചു, അതുപോലെ തന്നെ സംഭവിക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഏതായാലും ഇനി അമേരിക്ക എനിക്ക് തോന്നുന്നില്ല ട്രംപിനെ വിജയിപ്പിക്കുന്നു. ഇനി ഒരു തെരഞ്ഞെടുപ്പിന് അദ്ദേഹം വരികയാണ്, നവംബറിൽ തെരഞ്ഞെടുപ്പ് വരികയാണ്. അത് അവരുടെ പ്രധാനപ്പെട്ട ദി ഇക്കണോമിസ്റ്റ് എന്ന് പറയുന്ന വീക്കിലി, ഈ ആഴ്ചത്തെ വീക്കിലി പറഞ്ഞിട്ടുണ്ട് ഒരു 3-4 സീറ്റുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടാനുള്ള സാധ്യത 99% സാധ്യത. അവരെ കറക്റ്റായിട്ടേ പറയും. നമ്മളെപ്പോലെ പൂർണ്ണമായിട്ടും ഇങ്ങനെയെന്ന് പറയത്തില്ല. 99% എന്ന് പറഞ്ഞാൽ അയാൾ തീർന്നു എന്ന് തന്നെയായിട്ട് അർത്ഥം. കോൺഗ്രസ്സിൽ അയാൾക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുക എന്നർത്ഥം. സ്ഥാനത്യാഗം ചെയ്യേണ്ടി വരും. ആ സ്ഥിതിയിലേക്കാണ് വരും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോളിസി ഒന്നും നടപ്പാക്കപ്പെടാനാവാതെ ഒരു പാവ പ്രസിഡന്റായിട്ട് ഇരിക്കേണ്ടി വരും. ഏതായാലും ഇറാൻ അവിടെ ഇനി അടിച്ച ചൊറിഞ്ഞു കഴിഞ്ഞാൽ മാന്തും എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇറാനെ ഇനി ആക്രമിക്കില്ല, ഇനി മേലിൽ ആ തരത്തിൽ. ഇപ്പം 4ാമത്തെ തവണയാണ്. 3 തവണ മുമ്പ് ഇറാന് നേരെ ആക്രമണം നടത്തി. 3ലും അമേരിക്കയ്ക്ക് തോറ്റ് തിരിഞ്ഞോടേണ്ടി വന്നു. വിയറ്റ്നാമിൽ നിന്ന് തിരിഞ്ഞോടേണ്ടി വന്നതുപോലെ ഈ പ്രാവശ്യം അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പിന്നെ പുളിവടിക്കുന്ന ആളായതുകൊണ്ട് ഓരോ പുളി പറയുന്നു മാത്രം. ഏതായാലും നമുക്ക് നോക്കാം ഇനി എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്.